നമസ്കാരം. ആയുർലയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോരുത്തരുടെയും ചികിത്സാ യാത്രയ്ക്ക് പിന്നിൽ ഒരു മനോഹരമായ കഥയുണ്ടാകും. ആയുർലയയുടെ പ്രത്യേകതകളും ഇവിടെ എത്തുന്നവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചറിയാം. എ ഹോം ടു ഹീൽ എന്ന ടാഗ്ലൈൻ കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? എ ഹോം ടു ഹീൽ എന്നല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് രണ്ട് രീതിക്ക് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കുറേ ഇങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി മനസ്സിന് കുറച്ച് ശാന്തി കിട്ടുന്ന രീതിയിൽ ഒരു ഫാമിലിയെ കണക്ക് നമുക്ക് ഒരാളെ ആ ഒരു ഹോം വൈബ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ആയുർവേദയിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ്, ആയുർവേദം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ റൂട്ടാണ്. അപ്പോൾ ആ ഒതൻറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് എത്രയും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അവർക്ക് കൊടുക്കുക എന്നുള്ളതും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഹോം ടു ഹീൽ, ബോഡിക്കും മൈൻഡിനും സോളിനും തന്നെ നല്ല രീതിക്ക് അവർക്കൊരു എനർജി നമ്മുടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആയുർലയ എന്നൊരു ബ്രാൻഡ്, അതിൻ്റെ പിന്നിലെ തോട്ട് എന്തായിരുന്നു? സീസൺ 2 സീനിയർ ലിവിങ്ങിലെ നമ്മുടെ സീനിയേഴ്സിന് വേണ്ടിയിട്ട് 2017 ആയുർലയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് IP ഫെസിലിറ്റിയോട് കൂടി എല്ലാ ഡയമെൻഷനിലുള്ള ആൾക്കാർക്കും ഇത് നീഡ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ശാസ്തമംഗലത്ത് വിത്ത് IP ഫെസിലിറ്റി ആയുർലയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ആളുകളുടെ ഇടയിൽ ആയുർവേദത്തിന്റെ പ്രിഫറൻസ് കൂടുന്നതായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്, സെൽഫ് കെയർ, ഈ ഒരു കാര്യങ്ങൾ അവർ കുറച്ചും കൂടെ നന്നായിട്ട് ബോധേഡാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കിപ്പോൾ നല്ല കുറേ പോസ്റ്റൊക്കെ കാണാറുണ്ടല്ലോ സെൽഫ് ലവിനെ കുറിച്ചും ഇങ്ങനെ സെൽഫ് ഹീലിംഗ് അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അവർ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള വർക്ക് ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ മാനസികമായിട്ടുള്ള രീതിയിൽ ഇപ്പം തന്നെ ബ്രേക്കപ്പ് ആയിട്ട് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ വന്ന് ഇങ്ങനെ വിളിച്ച് ചോദിക്കാം, ശിരോധാര എടുത്താൽ റിലീഫ് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു തെറാപ്പി എന്ത് ചെയ്യണം, അങ്ങനെ കൂടുതലായിട്ട് കൺസൾട്ടേഷൻ വരാറുണ്ട്. ആക്ച്വലി കൂടുതൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ആണ് കൂടുതൽ ആൾക്കാരും ചോദിച്ചു വരുന്നത്. പിന്നെ മസിൽ റിലാക്സേഷൻ, ജിമ്മിൽ പോകുന്നവർ അങ്ങനെയുള്ള ടൈപ്പ് ആൾക്കാരുടെ എൻക്വയറിയും ഇപ്പോൾ കൂടി വരുന്നുണ്ട്. സാധാരണ മുട്ടുവേദന, നടുവേദന അങ്ങനെ പോയിക്കൊണ്ടിരുന്നതിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹോം റെമഡി ടിപ്സ് വൈറലാകാറുണ്ട്. അതൊക്കെ സേഫ് ആണോ? ഓരോ ഇൻഡിവിജ്വലിനും ഓരോരോ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഡയബറ്റിക്സിന് ഈ ഇലയിട്ട് കഴിച്ചാൽ റെഡിയാവും എന്ന് പറഞ്ഞ് റീൽസ് ഇറങ്ങാറുണ്ട്. പക്ഷെ അവരുടെ ഇൻഡിവിജ്വലി അവർക്ക് എത്രത്തോളം ചേഞ്ചസ് കാണും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സ്കിന്നിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ ഇറങ്ങാറുണ്ട്. നാൽപ്പാമരാതി, കുങ്കുമാതി ഇങ്ങനെ തൈലംസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു ആക്നി പ്രോൺ സ്കിന്നിന് ഒരിക്കലും ഒരു നാൽപ്പാമരാതി തൈലം സ്യൂട്ട് ആവുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. അത് ഒരു ആയുർവേദ ഫിസീഷ്യനെ നോക്കി അവർ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വൈസ് പോകുന്നതായിരിക്കും എപ്പോഴും ഉചിതം. അവർ തന്നെ ഡയറ്റ് പ്ലാൻസും എന്താണ് അവർക്ക് റെമഡി വേണ്ടതെന്ന് പറയുന്നതിലായിരിക്കും എപ്പോഴും ഒരു ലോജിക്കൽ സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു അന്ധമായി വിശ്വസിച്ച് ഒരു ഹോം റെമഡി ഫോളോ ചെയ്യുന്നതിൽ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. അതിൻ്റെ പാർശ്വഫലങ്ങൾ അതുപോലെ ഉണ്ടാവുകയും ചെയ്യും. ഡീടോക്സ്, പഞ്ചകർമ്മ എന്നീ വാക്കുകൾ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. ആരൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യേണ്ടത്? ആക്ച്വലി നമുക്ക് എല്ലാവർക്കും തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ജനറലായിട്ട് പഞ്ചകർമ്മ തെറാപ്പി നമുക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ തെറാപ്യൂട്ടിക് വേയിൽ ചെയ്യുമ്പോൾ ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ട് അവർക്ക് എന്താണോ നീഡ് അതിനനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ പോവുക. അല്ലാതെ നമ്മൾ ഒരു സെൽഫ് കെയർ എന്ന പോലെ ഫുൾ ബോഡി മസാജ്, ഹെഡ് മസാജ്, പാർട്ട് മസാജ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു എപ്പിസോഡിനായി കാത്തിരിക്കുക. സൈനിങ് ഓഫ്, അനുജ.